ഞാൻ സാധാരണയായിട്ട് വീഡിയോ ചെയ്യുന്നത് ഒരു 18 വയസ്സിന് മുകളിലുള്ള വലിയവരായിട്ടുള്ള ആളുകൾക്കും യൂത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. അല്ലാതെ കുട്ടികൾ എന്ന് പറയുന്നത് എൻ്റെ ഒരു ചെറിയ കൺസെപ്റ്റിൽ പോലും ഇല്ല. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ പതിവിന് വിപരീതമായിട്ട് 7 വയസ്സുള്ള അൽവിന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി എനിക്കൊരു മെസ്സേജ് അയച്ചു. ബ്രോ, നിങ്ങളുടെ വീഡിയോ കണ്ടതുകൊണ്ടും എൻ്റെ ഉമ്മയുടെ അടുത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ കേട്ടതുകൊണ്ടും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിനെ പറ്റി കമന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. വാട്സപ്പിൽ എനിക്ക് അയച്ചു തന്നു. കണ്ടപ്പനെ അമ്പരന്ന് പോയി. 1 മിനിറ്റ് മാത്രമുള്ള വീഡിയോ. എത്ര കോൺഫിഡന്റ് ആയിട്ടാണ് ആ കുട്ടി പോസിറ്റിവിറ്റിനെ കുറിച്ചിട്ടും മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത്. നമുക്ക് അന്ധകാലത്തും ഇതിനെക്കുറിച്ച് അറിയില്ല, ഇപ്പോഴത്തെ ചില കുട്ടികൾക്ക് ഇപ്പോഴും ഇതിനെക്കുറിച്ച് അറിയില്ല. ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ടോക്ക്, പ്രിപ്പയർഡ് അല്ലാത്തൊരു ടോക്ക്, പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പീച്ച്. നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. ഒരു തപ്പലോ ഒന്നുമില്ലാതെ ഒരു കുട്ടി ഒരു മനുഷ്യനെ ഞെട്ടിക്കെന്നൊക്കെ പറയൂലേ. ഒന്ന് ആലോചിച്ച് 7 വയസ്സിലെ കുട്ടി ഇത്രത്തോളം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വല്ലാതെ ഡയലോഗ് അടിക്കുന്നില്ല. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക. വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഞാനത് പറയാൻ പോകുന്നത് നമ്മളെ ഈ ഹ്യൂമൻ ബീങ്സിന്റെ എപ്പോഴും സ്വഭാവമുണ്ട്. ചിലപ്പോ എന്താ പറയാ, ആളും ഗെയിമിന് ഏതെങ്കിലും ഒരു ഗെയിം ആയിക്കോട്ടെ, ഹൈഡ് ആൻഡ് സീക്ക്, ഷട്ടിൽ ബാറ്റ്, അങ്ങനെ ഏതെങ്കിലും ഒരു ഗെയിമിൽ നമുക്കത് നേരെ ചെയ്യാൻ പറ്റില്ല. നമ്മളത് പഠിച്ചിട്ടില്ല, നമുക്ക് നേരെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചില ആൾക്കാർ പറയും, നിനക്കൊന്നും പറ്റില്ല, അത് പറ്റില്ല, അത് പറ്റില്ല. അപ്പൊ നമ്മൾ സാഡ് ആയിരിക്കും, അത് പറ്റില്ല. ദാറ്റ് ഇസ് നെഗറ്റീവ്. അത് നമുക്ക് നെഗറ്റീവാണ്. അപ്പോ ഓള് നെഗറ്റീവ് പറയും നമ്മളെ കുറിച്ച്. ചില ആൾക്കാർ ഗെയിമിന് ഇതാക്കിയില്ല എന്ന് പറഞ്ഞ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് നേരെ ഓപ്പോസിറ്റ് ആയി എടുക്കുക, തിരിച്ചെടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആവും. അപ്പൊ പോസിറ്റീവായിട്ട് നമ്മുടെ മൈൻഡിൽ അത് ചെയ്യണം. അപ്പോ അത് നമ്മളെ നല്ല ഹെൽത്തി ആവും, നമ്മളുടെ നല്ല പോസിറ്റീവ് മൈൻഡ് ആവും, അങ്ങനെയൊക്കെ ആവും. അപ്പൊ നമ്മൾ നല്ല ബ്രില്യൻ, ബ്രേവ്, അങ്ങനെയൊക്കെ ആവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങുമ്പോഴൊക്കെ അഫർമേഷൻ, പിന്നെ ഉറങ്ങുന്ന മുമ്പ് മെഡിറ്റേഷൻ, 3 നേരം മെഡിറ്റേഷൻ, 1 നേരമൊക്കെ മെഡിറ്റേഷൻ, ഉറങ്ങുമ്പോൾ വല്ല അഫർമേഷൻസ് അങ്ങനെയൊക്കെ കേൾക്കണം, നല്ലതാണ്. അപ്പൊ അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ഇത് നിങ്ങൾ ഫോളോ ചെയ്താൽ യു ആർ ബ്രില്യൻറ്റ്, യു ആർ വണ്ടർഫുൾ, യു ആർ സ്മാർട്ട്, യു ആർ ഫാന്റാസ്റ്റിക്, യു ആർ ബ്രേവ്. ഓക്കെ. അൽവിന എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും പറയണം കേട്ടോ. ഈ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ കമന്റ്സ് ഒക്കെ അൽവിനാക്കിനെ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. 7 വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ. സോ നിങ്ങൾക്ക് എന്താണ് അൽവിനയോട് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു സ്മൈലി പോലും വർത്ത് ആണ്.